Namaste, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ വ്യക്തി സെപ്പറേഷൻ ഫേസിലാണ്, നിങ്ങൾ എന്തെങ്കിലും വശീകരണമോ കാര്യങ്ങളോ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ലൈക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്തെങ്കിലും വശീകരണ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ ഐ ഡോണ്ട് നോ ഇത് ആർക്ക് റെസണേറ്റ് ആവുന്നു എന്നുള്ളത്, പക്ഷേ എനിക്കതങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വശീകരണ മന്ത്രങ്ങൾ എന്തോ ചാൻറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വശീകരണം ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷനിൽ വശീകരണത്തിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തതാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. തേർഡ് പേഴ്സൺ. ട്രിപ്പിൾ 8 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്ലീസ് ഗിവ് മീ 1 കാർഡ്. ഭയങ്കര ലോ എനർജിയാണ്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജീസാണ് ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കരിയറിലാണ്. ഏറ്റവും കൂടുതൽ അവനവന് ലൈക്ക് സെൽഫ് ലവ് ചെയ്യാനൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. സെൽഫ് ലവ് ചെയ്യുന്നു, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു കൂടുതലായിട്ടും. ലൈക്ക് ഈ ഒരു വ്യക്തി ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, എനിക്ക് ഞാനേ ഉള്ളൂ, ആരുമില്ല വേറെ, എനിക്ക് ഞാനേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫ് ലവ് ചെയ്യണം. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഹാപ്പിയാക്കി വെക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഹാപ്പിയാക്കി വെക്കണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്നെ ഹാപ്പിയാക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ് എപ്പോഴും ചിന്തിക്കണം എന്നുള്ള രീതിക്ക് ഒരു ഈക്വൽ ലൈക്ക് എന്താ പറയുക, ലൈക്ക് നമുക്ക് തന്നെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ എൻ്റർലി. നമ്മൾ അതേ പേഴ്സണിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാറില്ല. നമ്മളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ സെൽഫ് കെയർ ചെയ്യാറില്ല, നമ്മളെ സ്നേഹിക്കാറില്ല. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഒരു അസുഖം ഉണ്ട്, അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് വെച്ചാൽ പോലും നമ്മൾ ഡിലേ ചെയ്യാറുണ്ട്. അതേസമയം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ആണെങ്കിലോ നമ്മൾ അന്നേരം തന്നെ ലൈക്ക് ഓക്കെ ആൾക്ക് വയ്യല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ ഓടിച്ചില്ലുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു സെൽഫ് നമ്മളോട് തന്നെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. ഫൈനലി ഈ ഒരു വ്യക്തിക്ക് തന്നെ കമ്മിറ്റഡ് ആയിട്ടിരിക്കണം. വേറൊരു റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ പ്രസൻ്റ്ലി ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഈ വ്യക്തിക്ക് തന്നെ കമ്മിറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഹാപ്പിനെസ് ഐ തിങ്ക് ഇതൊരു ഹീലിംഗ് ഫേസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇവർ റീസെൻ്റ് ആയിട്ട് ഇവർ ഭയങ്കര കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ലൈക്ക് പൈസ 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 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ലൈക്ക് ആൾ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം, ലുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ലൈക്ക് ഗേൾസ് ആണെന്നുണ്ടെങ്കിലും വസ്ത്രധാരണ രീതി മാറ്റിയിട്ടുണ്ടാവാം. ലൈക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നേരത്തെ കണ്ടതുപോലെ ആവില്ല ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. കാരണം അത് സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഓക്കെ, അവരുടെ എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഈ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്, കറണ്ട് സിറ്റുവേഷൻസ് എന്ന് വേണമെങ്കിലും പറയാം. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു വ്യക്തി എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്? ഇവർ നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ ബിലീവ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സോൾമേറ്റ് ആണെന്നുള്ളൊരു സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിലുണ്ടാവാം. നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കാം. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ലൈക്ക് നമ്മൾ തമ്മിൽ
ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 വന്നിട്ടുണ്ട്, 2 ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ 2 വന്നതിന് മെയിൻ റീസൺ മിററിങ് ആയിരിക്കാം. ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു വ്യക്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ സോൾമേറ്റ് തന്നെ ആയിരിക്കാം. ഓക്കെ, സോൾമേറ്റ് കണക്ഷനിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എക്സാക്റ്റ് എന്താണോ ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യമായിരിക്കും ആ ഒരു വ്യക്തി മിറർ ചെയ്യുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യമായിരിക്കും ഈ ഒരു വ്യക്തി മിറർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സ്മാർട്ടാണ്, നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലാണ്. ഒരു പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാതായിരിക്കാം. പക്ഷെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ഭയങ്കര പ്രാക്ടിക്കലാണ് എന്നുള്ളൊരു എനർജിയാണ് ചിന്തിക്കുന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൺമുന്നിൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവാണ്. നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും അതുപോലെ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ടാവും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റിന് ശേഷം. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പം അതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ വന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മിനിറ്റ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയും സെയിം കാര്യം തന്നെയാണ് മിറർ ചെയ്യുന്നത്. അവരവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു, അവരുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്നു. ജിമ്മിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടാവും. സെയിം ഇതുപോലെ തന്നെ ഒരു വ്യക്തിയും റീസെൻ്റായിട്ട് ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി അടിച്ച് നടക്കുകയാണ് ഹീലാവാൻ വേണ്ടിയിട്ടെങ്കിൽ ഈ ഒരു വ്യക്തിയും സെയിം കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒക്കെ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ചില സമയത്തൊക്കെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു വ്യക്തിക്ക് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. ഇവരുടെ ലൈഫ് പാർട്ട്ണർ പോലും ഇവർ നിങ്ങൾ മാരിറ്റൽ റിലേഷനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അത്രയ്ക്കും ഇനിയിപ്പോൾ അല്ല നിങ്ങളൊരു നോർമൽ റിലേഷനിലാണെങ്കിലും നിങ്ങൾ ഇവരെ ഒരു കാര്യത്തിനും പിടിച്ചു വെച്ച് നിങ്ങളത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവർക്ക് എന്ത് ചെയ്യണം എന്ന് തോന്നുന്നോ അതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു ക്വാളിറ്റി ആണെന്നാണ് ഈ ഒരു വ്യക്തി ബിലീവ്. ലൈക്ക് നിങ്ങളുമായിട്ടുള്ള നിങ്ങൾ ഈ ഒരു വ്യക്തി മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ മാരി ചെയ്താൽ മതിയായിരുന്നു, നിങ്ങളെ മാരി ചെയ്യുകയായിരുന്നെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ഈസി ആയേനെ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിയുടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ലൈക്ക് നിങ്ങൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഇതുപോലെ ആരും ഈ ഒരു വ്യക്തിയെ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ല. ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ അറിഞ്ഞതിന് ശേഷവും ഇവരുടെ എല്ലാ നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങൾ അറിഞ്ഞതിന് ശേഷവും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇവരെ സ്നേഹിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യമൊക്കെ ഒരു വ്യക്തിക്ക് റിയലൈസേഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഈ ഒരു വ്യക്തി ലൈക്ക് ഇതൊക്കെ ഈ ഒരു വ്യക്തിക്ക് അറിയാമെങ്കിലും ഈ ഒരു വ്യക്തി ഈസ് ലൈക്ക് എനിക്കൊന്നും അറിയത്തില്ല, നീ എന്താ കാണിക്കുന്നത് എന്നുള്ള രീതിക്കായിരിക്കും ആളിരിക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കെല്ലാം അറിയാം നിങ്ങൾ എത്രമാത്രം റിലേഷനിൽ നിന്നിട്ടുണ്ട്, നിങ്ങൾ എത്രമാത്രം ഈ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം അറിയാം. പക്ഷെ എന്നിട്ട് പോലും ഒന്നും അറിയത്തില്ല എന്നുള്ള ഒരു എനർജിയിൽ മനഃപൂർവ്വം ഇരിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു റിലേഷന് ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. അത് ശരിയായിരിക്കാം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആയിരിക്കും. ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഫുൾ ക്യാഷ് എന്നുള്ള ഒരു രീതിക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരിക്കാം. ഇവൻ ഈ ഒരു വ്യക്തിയും ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് അത്രയും ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രഡീഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം എൻറ്റയർലി. ഓക്കെ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതിലേക്ക് ഇവിടെ നമുക്കൊരു ഫ്യൂച്ചർ ഇല്ല ഈ ഒരു എനർജി. ഓക്കെ, അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് വാട്ടർ സൈൻ, ആൻഡ് ദെൻ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേരിയസ് എയർ സൈൻ. ഫയറും എയറും ആണ് കേട്ടോ. ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്റ്റംബർ ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, 22 ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്, 29 ഇമ്പോർട്ടൻ്റ് ആണ്, 24, 26 ഇമ്പോർട്ടൻ്റ് ആണ്, എ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്,
ജെ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ദെൻ കെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ നോക്കുവാണെങ്കിൽ ലീന എന്നുള്ളൊരു പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ലീന. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. ഈ ഒരു വ്യക്തി റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുമോ? See, ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്ക് നിയർ ഫ്യൂച്ചർ എനർജീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഒന്ന് മാനിഫെസ്റ്റേഷൻസോ വാട്ടെവർ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്പെൽ വർക്കുകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്തായാലും യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിന് എന്തായാലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിട്ടും. ഫസ്റ്റിലെ തന്നെ യു സറണ്ടർ ടു ദ ഡിവൈൻ. റിലേഷൻഷിപ്പിനെ സറണ്ടർ ചെയ്യുക ഡിവൈനിൻ്റെ മുന്നിൽ, ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുന്ന ടൈമിൽ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. റിലേഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോട് കൂടിയിട്ടുള്ള ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ. ബിക്കോസ് ഇവിടെ നമുക്ക് കാർഡ്സിൽ വന്നിട്ടുള്ളത് ഇത് കണ്ടോ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ജസ്റ്റ് ലൈക്ക് ഈ ഒരു സെയിം കാർഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു 2 ഓഫ് കപ്സ് പറയുന്നുള്ളത്. സോ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷനിൽ വരും. നിയർ ഫ്യൂച്ചർ എനർജീസിൽ നിങ്ങൾ ചെയ്യുന്ന മന്ത്രവുമായോ എന്തോ ആയിക്കോട്ടെ, വാട്ടെവർ, അത് ഫലിക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിനിങ് ആകുന്നുള്ളത്. എനിക്ക് ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രേയേഴ്സ് ആവാം ചിലർ ചെയ്യുന്നത്. ഓക്കെ, എന്താണെങ്കിലും ആ ഒരു എനർജീസ് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം കുറച്ചുകൂടെ കാർഡ്സിൽ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഈ ഒരു റിലേഷനിൽ എന്താണ് ഒരു നെഗറ്റീവ് എനർജി എഫക്റ്റ്? പ്ലീസ് ഗൈഡ് മീ. ഒരു മിനിറ്റ്, കാർഡ് താഴെ പോയി. ഞാൻ ഈ റിലേഷനിൽ എന്താണ് ഒരു നെഗറ്റീവ് എനർജീസ് എന്ന് ഞാനിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ റിലേഷനിൽ ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് നടക്കുന്ന ആ ഒരു ടൈമിൽ, ഈ ഒരു വ്യക്തി റിലേഷനിൽ നിന്ന് മൂവ് ചെയ്ത ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണമെന്നുള്ളൊരു തോട്ട്സ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവരോട് ഒത്തിരി ഇഷ്ടമാണ്. ബിക്കോസ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിന് ഈ ഒരു വ്യക്തിനെ കിങ് ഓഫ് കപ്സ് ആയിട്ട് അല്ലെങ്കിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഐ ഡോണ്ട് നോ, എല്ലാവരും ഞാൻ ചെയ്യുന്നു പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രത്തിൻ്റെ പവറാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇറ്റ്സ് ടെമ്പററി ടോട്ടലി. ഓക്കെ, അത് ആ ഒരു മന്ത്രം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്ത് ടെക്നിക്സ് ആണെങ്കിലും ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വരെ ആയിരിക്കും ഈ റിലേഷൻ്റെ ആയുസ്. ലൈക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ്സിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ്. ഇനി നിങ്ങളത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ പ്രത്യേകിച്ച് വശീകരണം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്സ് എനർജീസ്, നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ റിലേഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ് അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ പോലും, ലൈക്ക് ഈ ഒരു റിലേഷനിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ പോലും
അതൊരു ഓൺ ആൻഡ് ഓഫ് എനർജീസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ജസ്റ്റ് വരും, റൊമാൻറ്റിക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും, ജസ്റ്റ് നിങ്ങൾ തമ്മിലേക്ക് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പഴയതിനെ കഴിഞ്ഞും ക്ലോസ് ആയിട്ട് വരും. ദെൻ പെട്ടെന്നൊരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായി എഗെയിൻ ഇത് ബ്രേക്ക് ആവും. വീണ്ടും ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയിലേക്ക് റിലേഷൻ വരും. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഇമോഷണലി ഇവിടെ നിങ്ങളുടെ അടുത്ത് സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇത് ഓൾഡ് എനർജീസ് ആണ് ഞാൻ പറഞ്ഞത്. പ്രസൻറ്റ് എനർജി വേറൊന്നാണ്. അപ്പം അങ്ങനെ ഒരു എനർജിയിലാണ് നിന്നിട്ടുള്ളത് ആ ഒരു വ്യക്തി. ടോട്ടലി ഇതൊരു പാസ്റ്റാണ് എന്ന് പറഞ്ഞ് വിട്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഡസൻറ്റ് മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. പിന്നീട് ചിലർക്കൊക്കെ ഇവിടെ ഓൺ ആൻഡ് ഓഫ് ഇതിൽ നിന്നിട്ടുണ്ടാവാം, ചിലർക്ക് കോൺടാക്റ്റ് ടോട്ടലി ഇല്ലാണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ നാച്ചുറലായിട്ടാണ് ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് സംഭവിച്ച് നിങ്ങൾ കോൺടാക്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവ നിങ്ങൾ എന്തെങ്കിലും മന്ത്രകൾ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ മന്ത്രയുടെ പവർ എത്ര മാത്രം ഉണ്ടോ ആ ഒരു ടൈം വരെ ഈ റിലേഷൻ നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഡൗൺ ആണ് ടോട്ടലി. മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയും ഡൗൺ ആണ്, ലോ വൈബ്രേഷനിലാണ്. ബിക്കോസ് നമ്മൾ കാർഡ് ചെയ്യുന്ന ടൈമിലെ, ഷഫിൾ ചെയ്യുന്ന ടൈമിലെ കുറച്ച് പാടായിരുന്നു വരാനായിട്ട്. സോ അവരും ലോ എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.